പ്രൊഫസറാണ്. അസ്സലാമു അലൈക്കും. ഇസ്ലാമിസം എന്ന പദത്തിൻ്റെ ആശയവും എൻ്റെ ഒരു ജീനിയോളജിയും ഒക്കെ കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിസം എന്നത് സുന്ദരമായൊരു തെറിയാണ്. അതത്ര ഹാർദവുമായി സ്വീകരിക്കേണ്ട പദപ്രയോഗം അല്ല. ആയിരത്തി 1924 ശേഷം, അല്ലെങ്കിൽ അതേ സമയത്ത് ഈജിപ്തിൽ ഇഖ്വാനും ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റൽ ജമാഅത്ത് ഇസ്ലാമിയും അതിനുശേഷം ഇവരുടെ തന്നെ ആശയവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് വിവിധ ഭാഗത്ത് ഉടലെടുത്ത ഇസ്ലാമികമോ അല്ലെങ്കിൽ മുസ്ലിമോ ആയ പ്രസ്ഥാനങ്ങളെ എല്ലാം കൂടി ഒരുക്കിക്കെട്ടി വിളിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഇസ്ലാമിസ്റ്റ് എന്നുള്ളത്. ഇതിൻ്റെ രൂപകൽപ്പന 1600 മറ്റോ ആണ്. ഇംഗ്ലീഷ് എഴുത്തുകാർ തന്നെ, ഫ്രഞ്ചും ഇംഗ്ലീഷ് എഴുത്തുകാർ തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. പക്ഷേ ഇത് കൂടുതൽ പോപ്പുലറായത് 1900 ശേഷമാണ്. അത് വെസ്റ്റ് ഏഷ്യൻ സാഹചര്യത്തിൽ, പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രൂപപ്പെട്ട, കൂടുതൽ പ്രസിദ്ധി കിട്ടിയ എഴുത്തുകാർക്കിടയിൽ, പ്രത്യേകിച്ച് ഓറിയൻ്റലിസ്റ്റുകൾക്കിടയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട പദപ്രയോഗമായിരുന്നു. എന്തിനാണ് അവർ ആ പദപ്രയോഗം ഉപയോഗിച്ചത്? നമ്മൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന, റിഫോം എന്നുള്ള പദം ഉപയോഗിക്കുന്നതിലൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തരത്തിലുള്ള പരിഷ്കാരം മുസ്ലിം ലോകത്ത് ഉണ്ടായ, നൂറ്റാണ്ടുകളായി സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അവർ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നു. അതിൽ സ്വാഭാവികമായും ജമാഅത്ത് ഇസ്ലാമിയും ഇഖ്വാൻ മുസ്ലിമുമാണ് സോഷ്യോ പൊളിറ്റിക്കൽ, സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ച് ഏറ്റവും ശക്തിയായി സംസാരിച്ചത്. ഈ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ഉപയോഗിച്ച പദപ്രയോഗമാണ് ഇസ്ലാമിസ്റ്റ് എന്നുള്ള പദപ്രയോഗം. അതിൽ അവരാദ്യം ഉദ്ദേശിക്കുന്നത്, ഇവരെ ഇതുവരെ ഇസ്ലാമിലില്ലാത്ത ഒന്ന്, ഷെയ്ഖ് അബ്ദുർ റാസിഖിൻ്റെ ഇസ്ലാം ഉസൂൽ ഹുക്കും എന്ന് പറയുന്ന ബുക്ക്, ഷെയ്ഖ് അസറി പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ രാഷ്ട്രീയ ഭാവനയെ നിരസിച്ചുകൊണ്ടുള്ള ബുക്ക് മുസ്ലിം ലോകത്ത് നിന്ന് വന്നതിന് ശേഷം ഈ പ്രയോഗത്തിന് കൂടുതൽ ആക്കം കൂടിയിരുന്നു. ഇവർ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ലോകത്ത് സോഷ്യോ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് എന്നത് പറയുന്നത് ഇല്ല, ഉള്ളത് ഉട്ടോപ്പിയയാണ്, അതൊരു ഉട്ടോപ്യൻ ആശയമാണ്. അങ്ങനെ വരുമ്പോൾ അത് പറയുന്നവർ ഏതോ ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റിന് വേണ്ടി പറയുന്നവരാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ശരീഅത്തിൻ്റെ നടപ്പിലാക്കലാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യവിരുദ്ധമായ, സ്ത്രീവിരുദ്ധമായ, അപരവൽക്കരിക്കുന്ന, നോൺ മുസ്ലിമിനെ അപരവൽക്കരിക്കുന്ന, അവരെ സപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റാഡിക്കലായ, തീവ്രവാദമുള്ള, പ്രോഗ്രസ്സിനോ ഡെവലപ്പിനോ ആക്കം കൊടുക്കാത്ത, സപ്പോർട്ട് ചെയ്യാത്ത, പ്യൂരിറ്റനായ, എന്നാൽ സ്പിരിച്വൽ അല്ലാത്ത, പ്യൂരിറ്റനായ, അതായത് ശുദ്ധവാദം മാത്രം പറയുന്ന, സ്പിരിച്വൽ അല്ലാത്ത ഒരു സംജ്ഞയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിസം എന്ന് പറയുന്ന പദം. ആ പദത്തെ ഇന്ന് നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഇഖ്വാൻ മുസ്ലിമൂനോ അതുപോലുള്ള മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഞാൻ ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ അതിന് കണ്ടീഷനിലായി. ആ പദപ്രയോഗത്തെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം അങ്ങ് സ്വീകരിച്ചു. പക്ഷേ ആ പദപ്രയോഗം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയമല്ല ഉദ്ദേശിക്കുന്നത്.
ഈ പറയുന്ന ആശയങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പദപ്രയോഗങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഞാനീ പറയുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ. അതായത് മോഡേൺ കൺസെപ്റ്റുകളെ മുഴുവൻ നിരാകരിക്കുന്ന മൂവ്മെൻ്റ് ആയിട്ടാണ് ഇഖ്വാനെയും ജമാഅത്ത് ഇസ്ലാമിനെയും ഇവർ കാറ്റഗറൈസ് ചെയ്തത്. ആധുനിക ഡെമോക്രസിയെ അല്ലെങ്കിൽ സെക്യുലറിസത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പോലുള്ള വിവിധ വിദേശ പാശ്ചാത്യ ചിന്താധാരകളെ നിരാകരിക്കുകയോ അതിനോട് എൻഗേജ് പോലും ചെയ്യാൻ തയ്യാറാവാത്ത മൊണോലിത്തിക്കായ ഒരു സിസ്റ്റം എന്ന രീതിയിലാണ് അവരിതിനെയൊക്കെ കാണുന്നത്. അങ്ങനെ ആയിരുന്നു. ഷെയ്ഖ് ഹസനുൽ ബന്ന കിങ് ഫാറൂഖ് രാജാവിനെതിരെ തൻ്റെ ഗ്രാമത്തിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറായ ആളാണ്. 1940-കൾക്ക് മുമ്പുള്ള വർത്തമാനമാണ് പറയുന്നത്. മൗദൂദി സാഹിബ് ഡെമോക്രസീനെ റീഡിഫൈൻ ചെയ്ത് പുനർനിർവചനം ചെയ്ത് തിയോ ഡെമോക്രസി എന്ന് പറയുന്ന പദം രൂപീകരിച്ച ആളാണ്. ഡെമോക്രസി തന്നെ ഏറ്റവും വൃത്തികെട്ട മോശമായ ഭരണവ്യവസ്ഥയാണെന്ന് ഗ്രീക്ക് ഫിലോസഫേഴ്സ് തന്നെ പറഞ്ഞതാണ്. ആ ഡെമോക്രസിയെ റീഡിഫൈൻ ചെയ്ത ആളാണ്. അത് ശരിയല്ല, ശരിയായത് ഇതാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിക ഭരണ ആ സംവിധാനത്തെയോ ചിന്തയെയോ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തയെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ തിയോ ഡെമോക്രസി എന്ന് പറയുന്ന പദത്തിലേക്ക് ഒതുക്കിയ ആളാണ് മൗദൂദി സാഹിബ്. ആ മൗദൂദിനെ കുറിച്ചാണ് പറയുന്നത്, ആധുനിക ചിന്തകളെ സ്വീകരിക്കാത്ത ഒരാളാണ് മൗദൂദി എന്ന്. അതുപോലെ സയ്യിദ് കുത്തുബ് സാമൂഹ്യമായ വിഷയങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അതിന് പ്രൊഡക്റ്റീവായ അഭിപ്രായം പറയാത്തവരാണ് ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് ആ പദത്തിൽ അവരുദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ഒരു സോഷ്യൽ റിഫോം എങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ വളർച്ച രൂപപ്പെടേണ്ടത് എങ്ങനെ, നീതി സ്ഥാപിക്കപ്പെടേണ്ടത് എങ്ങനെ, അദാല ലിജിത്തിമായ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം ആ വിഷയമാണ് സംസാരിക്കുന്നത്. അത് സംസാരിച്ച ആളാണ് സയ്യിദ് കുത്തുബ്. പക്ഷേ സയ്യിദ് കുത്തുബിനെ ആധുനിക പൊളിറ്റിക്കലല്ല ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് മൗദൂദി കഴിഞ്ഞാൽ സയ്യിദ് കുത്തുബിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ എത്രത്തോളം അനീതിയാണ് ആ പദപ്രയോഗത്തിൽ തന്നെ ഉള്ളതെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, പദത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആലോചിക്കേണ്ടത്. അതുപോലെ ഇസ്ലാമിസം എന്ന് പറയുന്നത് പൊതുവേ നമ്മളൊക്കെ കരുതുക, ഒന്നുകിൽ ജമാഅത്തോ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ കരുതുക അത് സുന്നികളെ കുറിക്കുന്ന പദപ്രയോഗമാണ് എന്ന് പറയുന്ന ധാരണയുണ്ട്. അതിപ്പം ഷംസീർ ഭായ് അത് പറഞ്ഞു. അതായത് ഇസ്ലാമിസം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലോകത്ത് സോഷ്യോ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് പറയുന്ന ആരൊക്കെയുണ്ടോ അതൊക്കെയും ഇസ്ലാമിസം എന്ന് പറയുന്ന ടെർമിനോളജിയുടെ ഉള്ളിൽ വരുന്നവരാണ്. അത് സുന്നികളാവട്ടെ, ഷിയാക്കളായ ഹിസ്ബുല്ല പോലുള്ള സംഘടനകളാവട്ടെ, ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ പ്രമുഖമാണ് ഹിസ്ബുല്ല, ഷിയ വിങ്. അതുപോലെ ഇറാൻ ഭരണകൂടത്തെ തന്നെ ഇസ്ലാമിസ്റ്റ് എന്ന് വിളിക്കുന്നവരുണ്ട്. ഇറാൻ ഭരണകൂടത്തെ സലഫികളെ ഇസ്ലാമിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഹിസ്ബുൻ നൂർ ഈജിപ്തിലെ അവിടുത്തെ സലഫി പ്രസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഹിസ്ബുൻ നൂർ. അത് ഇസ്ലാമിസം എന്ന് പറയുന്ന പദത്തിലേക്ക് ഉള്ളിൽ ഉൾപ്പെടുത്തുന്നതാണ് സലഫികൾ പോലും. സൗദി അറേബ്യയെയും ഇസ്ലാമിസ്റ്റ് എന്ന് വിളിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സൂഫികളെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യകാല ഇസ്ലാമിസം എന്ന് പറയുന്ന ആ പദപ്രയോഗത്തിൽ പ്യൂരിറ്റൻവാദികളെ ആണ് അവർ, അതായത് ശുദ്ധമായി ഇസ്ലാം പരിശുദ്ധത വേണമെന്ന് പറയുന്നവരെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ പിൽക്കാലത്ത് തുർക്കി പോലുള്ള ഭാഗത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ, അതിനെയും ഇസ്ലാമിസം എന്ന് പറയുന്ന സൂഫി ഓറിയൻറ്റഡായ പൊളിറ്റിക്കൽ പാർട്ടികളെയും ഇസ്ലാമിസം എന്ന് പറയുന്ന പദപ്രയോഗത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഷെയ്ഖ് സാഹിദ് കോത്കും തുർക്കിയിലെ നക്ഷബന്ദി ത്വരീക്കത്തിൻ്റെ സബ് ബ്രാഞ്ചായ ഇഷ്കന്ദർ പാഷ ത്വരീക്കത്തിൻ്റെ ഷെയ്ഖായിരുന്നു സാഹിദ് കോത്കും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു നജ്മുദ്ദീൻ അർബക്കാൻ. നജ്മുദ്ദീൻ അർബക്കാനും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സും. ഇവരെ ഉപയോഗിച്ചിട്ടാണ്, ഇവരെ വിളിച്ചു വരുത്തി മുന്നിലിരുത്തി പാർട്ടി രൂപീകരിക്കാൻ പറഞ്ഞതാണ് സൂഫി ഷെയ്ഖായ സാഹിദ് കോത്കും. അദ്ദേഹത്തിൻ്റെ
ആജ്ഞാപ്രകാരമാണ് മില്ലി ഗോരുഷ് നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മില്ലി ഗോരുഷ് എന്ന് പറയുന്ന പാർട്ടി ഒരു ചെയിൻസിനെ ചങ്ങലകളെ നജമുദ്ദീൻ അർബക്കാൻ തുടക്കമിടുന്നത്. ആ പാർട്ടിയുടെ ഒരു റിഫ്റ്റ് വന്നതാണ് AK പാർട്ടി, എർദുഗാൻ്റെ AK പാർട്ടി. അതുപോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലും സൂഫികളാണ്. AK പാർട്ടിയുടെ ഒരു ഫൗണ്ടർ സുലൈമാൻ ജിലർ എന്ന് പറയുന്ന നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചായ ഷെയ്ഖ് സുലൈമാൻ്റെ ഫോളോവേഴ്സ്, സുലൈമാൻ ജിലർ എന്നാണ് പറയുക. അതിലെ സുലൈമാൻ്റെ ഒരു ഷെയ്ഖായിരുന്നു AK പാർട്ടിയുടെ ഫൗണ്ടേഴ്സിൽ ഒരാൾ പോലും. ഇങ്ങനെ സൂഫികളും ഷിയാക്കളും സലഫികളും പിന്നെ ഇഖ്വാനെ മുസ്ലിമൂനും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള മുസ്ലിം സുന്നി സമുദായത്തിലെ പരിഷ്കാര പ്രസ്ഥാനങ്ങൾ പോലും ഇസ്ലാമിസം എന്ന് പറയുന്ന പദത്തിലേക്ക് ഉൾപ്പെട്ടു. പിന്നീട് സംഭവിച്ചത് ഈ പദത്തെ തന്നെ ആൾക്കാർ പുനർനിർവഹിച്ചു. ആരാണോ രൂപീകരിച്ച് അവർ തന്നെ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ആസിഫ് ബയാത്തിനെ പോലുള്ള ഇറാനിയൻ ചിന്തകനായ ആസിഫ് ബയാത്ത് അദ്ദേഹം പോസ്റ്റ് ഇസ്ലാമിസം എന്ന് പറയുന്ന പദപ്രയോഗം കൊണ്ടുവന്നത്. പോസ്റ്റ് ഇസ്ലാമിസം എന്ന് പറയുന്നത് ഇസ്ലാമിസത്തിന് ആ അർത്ഥങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ പോസ്റ്റ് ഇസ്ലാമിസത്തിന് അവർ അർത്ഥം കൊടുത്തത് ഒരുപാട് മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ ആ ഒരു കള്ളിയിൽ നിന്ന് പുറത്തു വരാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിനി അവരെയൊക്കെ പോസ്റ്റ് ഇസ്ലാം എന്ന് പറഞ്ഞ പദത്തിലേക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ റാഷിദുൽ ഗന്നൂഷിയുടെ അന്നഹ്ല പാർട്ടിയെ പോസ്റ്റ് ഇസ്ലാമിസം എന്ന് പറയുന്ന പദത്തിലേക്ക് ഉൾപ്പെടുത്തി. അതായത് റാഷിദുൽ ഗന്നൂഷി സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നു, റാഷിദുൽ ഗന്നൂഷി ഡെമോക്രസിയിൽ എങ്ങനെ ഇടപെടണമെന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പൊളിറ്റിക്കൽ പ്ലൂറലിസത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നാഷണൽ ഡിസിഷൻ മേക്കിങ്ങിൽ ദേശീയ നിയമ രൂപീകരണത്തിലെല്ലാം സ്ത്രീകളുടെയും നോൺ മുസ്ലിംസിൻ്റെയും അവകാശത്തെയും അവരുടെ സ്ഥാനത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ ഇസ്ലാമിസ്റ്റുകൾ പറയാത്തതാണ് എന്ന് അവർ ഡിഫൈൻ ചെയ്തിട്ട് ഇത് പോസ്റ്റ് ഇസ്ലാമിസമാണ്, അവരെ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്കാണ് പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് അത് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയണത്. എന്ന് വെച്ചാൽ ഇഖ്വാൻ മുസ്ലിമൂൻ്റെ ഒരു നേതാക്കന്മാരും ആ ഒരു കാലത്തെ 50-കൾ 60-കൾക്ക് അല്ലെങ്കിൽ 90-കൾക്ക് മുമ്പുള്ള ഒരു നേതാക്കന്മാരും അത് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ നിങ്ങളോ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരോ ഇഖ്വാൻ്റെ പ്രവർത്തകരോ സ്ത്രീ അവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇപ്പോൾ കുറച്ച് പുതിയ ആൾക്കാരാണ്, അവരെ നമുക്ക് ആ പദത്തിലേക്ക് പെടുത്താം എന്നാണ് പോസ്റ്റ് ഇസ്ലാമിസം എന്നുള്ള പദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് യൂറോപ്യൻ ബ്രിട്ടീഷ് ഓറിയൻ്റലിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിനെ വിശദീകരിക്കുന്ന ഒരു പദപ്രയോഗമായിരുന്നു മുഹമ്മദനിസം. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ മോംദൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. മുഹമ്മദൻ എന്നതിൻ്റെ ഒരു ഹിന്ദി ഡൈവേർട്ടഡ് രൂപമാണ് മോംദൻ. അതിപ്പോഴും കാരണം മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ ഇസ്ലാം എന്ന ആ സിസ്റ്റത്തെ പദത്തെ ഉപയോഗിക്കുന്നതിൽ നിന്നോ മുസ്ലിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസൽമാൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നതിനുള്ളൊരു തരം കലിപ്പാണ് മോംദൻ എന്നുള്ള പദത്തിൽ രൂപപ്പെടുന്നത്. അതുതന്നെയാണ് മുഹമ്മദനിസം എന്നുള്ള പദം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. കാരണം ഇസ്ലാമിലൊരു സബ്മിഷനുണ്ട്, ഒരു കീഴ്വണക്കലുണ്ട്, ഒരു കീഴടക്കലുണ്ട്, ഒരു സമർപ്പണമുണ്ട്, അതിലൊരു രാഷ്ട്രീയ പ്രഖ്യാപനമുണ്ട്, വേറെ ആർക്കും വിധേയപ്പെടില്ല എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അപ്പോൾ ആ ഇസ്ലാം എന്നുള്ള പദത്തിനേക്കാളും ആ പദത്തെ വെറുത്തിട്ട് അവർ രൂപീകരിച്ച പദപ്രയോഗമാണ് മുഹമ്മദനിസം. അപ്പോൾ ഇതേപോലെ ഇസ്ലാമിസം എന്നുള്ള പദപ്പോൾ തന്നെ കൾച്ചറൽ ഇസ്ലാമുണ്ട്, സ്പിരിച്വൽ ഇസ്ലാമുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട്. ഈ പദപ്രയോഗങ്ങളെയൊക്കെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ലൈഫ് സിസ്റ്റത്തെ, ജീവിത വ്യവസ്ഥയെ കീർമുറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്തത്. ആ ഒരു പദപ്രയോഗത്തെ നമ്മൾ ഇപ്പോൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. റാഷിദുൽ ഗന്നൂഷി അടക്കം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഇസ്ലാമിസം അല്ലെങ്കിൽ ഇസ്ലാമിസം എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഇസ്ലാമിയൂൻ എന്ന് പറയുന്ന അറിയപ്പെട്ട ഇസ്ലാമിക് സ്കോളേഴ്സ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ ജേർണൽ പോലുമുണ്ട് ഇസ്ലാമിയൂൻ എന്ന് പറയുന്ന. ഇത് സുബ്ഹാനി, നമ്മുടെ ശാന്തപുരം ഉസ്താദായിരുന്ന സുബ്ഹാനി ഉസ്താദ് പോലും ആ ആർട്ടിക്കിളിൽ എഴുതാറുണ്ട്. ആ പദത്തെയും ആശയത്തെയും ശക്തമായി എതിർക്കുന്ന ആളാണ് ഉസ്താദ് സുബ്ഹാനി. പക്ഷെ അദ്ദേഹം പോലും ആ ജേണലിൽ എഴുതാറുണ്ട്. അങ്ങനെ കണ്ടീഷൻഡ് ചെയ്യപ്പെട്ടു. പലപ്പോഴും
അങ്ങനെയാണ് അതിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ്. ഞാൻ അത് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള പദപ്രയോഗം കൂടി ഇതിൻ്റെ ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കും അതിലൊരു ഭാഗവുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന പദപ്രയോഗം. പ്രത്യേകിച്ച് മുത്തറാദിഫ് പോലെയാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം പര്യായ പദം പോലെയാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ഓറിയൻറ്റഡ് ഫോക്കസ് അവർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കേരളീയ രൂപമാണ് നമ്മുടെ സുഡാപ്പിയും സുഡുവും. ആ പദപ്രയോഗം യഥാർത്ഥത്തിൽ സുഡാപ്പി എന്നുള്ള പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവൻ അതിവൈകാരികനും പ്രകോപിതനും തീവ്രവാദിയും മര്യാദയില്ലാത്തവനുമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കിടയിൽ ജനസമൂഹത്തിനിടയിൽ ജീവിക്കാൻ പറ്റാത്തവൻ എന്നുള്ള അർത്ഥമാണ് സുഡാപ്പി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോൾ SDP പ്രവർത്തകർ പോലും അവരുടെ ഫേസ്ബുക്ക് വാളുകളിൽ സുഡാപ്പിയാടാ സുഡാപ്പിഡാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാഗ് ചെയ്ത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നുവെച്ചാൽ നെഗറ്റീവായി രൂപപ്പെട്ട പദപ്രയോഗത്തെ പിന്നീട് അത് ഇസ്ലാമിസ്റ്റ് എങ്ങനെയാണ് പോസിറ്റീവായി മാറിയത്, അതുപോലെ സുഡാപ്പിയും പോസിറ്റീവ് മാറി. അതിൻ്റെ കൂടുതൽ ഷോർട്ടായ സുഡു പോലും ആ ഒരു അർത്ഥത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇങ്ങനെ ഈ പദപ്രയോഗങ്ങൾ വഹിക്കുന്ന ഭാരമുണ്ട്. നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ അതേ പദപ്രയോഗം പുറത്തുള്ളവൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആശയം പേറാത്ത മുസ്ലിം സമൂഹത്തിലെ മറ്റുള്ളവർ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ ഇസ്ലാമിസ്റ്റാടാ എന്നുപയോഗിക്കുമ്പോൾ, നീ സുഡാപ്പിയാടാ എന്ന് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ സുന്ദരമായ അർത്ഥമൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. അതുപോലെ ഉദാഹരണം, നീ ജമാഅത്താടാന്ന് ഉദ്ദേശിക്കുമ്പോൾ, നീ ജമാഅത്തുകാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ജമാഅത്തുകാരൻ എന്ന് അവർ പറയുമ്പോൾ നീ മതരാഷ്ട്രവാദിയാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് സൊസൈറ്റിയിൽ മതം പറഞ്ഞ് ഒരു വളരെ സൗഹാർദ്ദമായ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം തകർക്കുന്ന ഒരു കൗം എന്നാണ് ജമാഅത്ത് എന്ന് പുറത്തുള്ളവർ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ടെർമിനോളജികൾക്ക് എല്ലാത്തിനും സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. ആ ടെർമിനോളജികളെ സ്വീകരിക്കുമ്പോൾ അറിഞ്ഞും കണ്ടും മനസ്സറിഞ്ഞും സൂക്ഷിച്ചും സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അസ്സലാമു അലൈക്കും. ഇസ്ലാമിസം എന്ന് പറയുന്ന പദത്തിൻ്റെ തന്നെ ജീനിയോളജി എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് തന്നെ എത്ര പ്രോബ്ലമാറ്റിക് ആണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഡോക്ടർ സൈഫുദ്ദീൻ നമുക്ക് നൽകിയത്. പ്ലസ് എനിക്ക് തോന്നാം ഈ ഒലിവിയർ റോയിനെ പോലെയുള്ള ആൾക്കാർ ഇസ്ലാമിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് മറ്റ് ഫണ്ടമെൻ്റലിസ്റ്റുകളിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നത് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അപ്പാരറ്റസിലുള്ള ഇവരുടെ താല്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ലൈക്ക് അപ്പം പക്ഷെ അതിന് ശേഷമുണ്ടായ മറ്റ് ഡിസ്കോഴ്സസ് അല്ലെങ്കിൽ മറ്റ് തിയറീസിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി ആവട്ടെ ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഹിഷാമുൽ വഹാബാണ്.